ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോകകപ്പിൻ്റെ ഫൈനലിലെത്തിയിരിക്കുന്നു. ഇംഗ്ലണ്ടാണ് മത്സരത്തിൽ ആദ്യ ഗോൾ അടിച്ചത്. 55-ാമത്തെ മിനിറ്റിൽ ആൻ്റണി ഗോർഡൻ അതിഗംഭീരമായ ഫിനിഷായിരുന്നു. മനോഹരമായിട്ടാണ് അദ്ദേഹം വൺ ടച്ചിൽ ആ ഗോൾ അടിച്ചത്. ആ ഗോളോടുകൂടി യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് അർജന്റീനയെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് ഇംഗ്ലണ്ടിന് പറ്റിയത്? അർജന്റീന ആ മേൽക്കൈ നേടുകയും അർജന്റീന കളി ജയിക്കുകയും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം മുന്നിലേക്ക് വന്ന് 2 ഗോൾ അടിച്ച് കളി ജയിക്കുകയും ചെയ്ത ആ കളിയിൽ ഇംഗ്ലണ്ടിന് എവിടെയാണ് പിഴച്ചത്? യഥാർത്ഥത്തിൽ ആ പിഴവ് അവർ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു എന്നുള്ളിടത്താണ്. 55-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതോടുകൂടി ഇനി ഈ ഗോളിൽ തൂങ്ങാം എന്ന് കരുതി പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ ഇംഗ്ലണ്ട് അർജന്റീനയെ അക്ഷരാർത്ഥത്തിൽ വില കുറച്ച് കണ്ടു. ആ പ്രതിരോധത്തിലേക്ക് വലിയൽ അർജന്റീനയ്ക്ക് അവസരം സൃഷ്ടിക്കുമെന്നും അത് അർജന്റീനയെ തിരിച്ചു വരാനുള്ള പ്രേരണ നൽകുമെന്നും ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് ടുഷേൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ടുഷേലിൻ്റെ ആ തന്ത്രം തീർത്തും തിരിച്ചടിയായി. പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ് തീർത്തും അവർ ഇംഗ്ലണ്ടിൻ്റെ പെനാൾട്ടി ബോക്സിൽ മാത്രമായി കളി. അർജന്റീന എപ്പോൾ വേണമെങ്കിൽ ഗോൾ അടിക്കാമെന്ന നിലയിൽ പ്രസ് ചെയ്ത് കളിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് ബോധപൂർവം കളിച്ചതാണ് ആ പ്രതിരോധ കളി. കാരണം അവർ ഒരു ഗോൾ അടിച്ചു, ഇനി ഇതിൽ തൂങ്ങി ഫൈനലിലെത്താം. 60 വർഷത്തിന് ശേഷം അവർ ആ സ്വപ്ന സാക്ഷാത്കാരം അങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുക എന്ന് കരുതി. പക്ഷെ അത് പൂർണ്ണമായും പാളി. അത് വളരെ കോമൺ സെൻസായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, സാമാന്യബോധത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞാൽ അർജന്റീന അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് ഇങ്ങനെ ഒരു പ്രതിരോധ കളി കളിച്ചത് എന്ന് മനസ്സിലാകുന്നേയില്ല. 55 മിനിറ്റിന് ശേഷം പിന്നീട് അവർ ആക്രമണത്തിൽ വലിയ താല്പര്യം കാണിച്ചതേയില്ല. ഒടുക്കം 2 ഗോളൊക്കെ വീണതിന് ശേഷമാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴേക്കൊക്കെ സമയം കഴിഞ്ഞിരുന്നു. പിന്നീട് 6-7 മിനിറ്റാണ് ആകെ ബാക്കിയുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അപ്പോൾ തന്നെ ആ ഗോൾ അടിച്ചപ്പോൾ തന്നെ വീണ്ടും പ്രസ് ചെയ്ത് 1 ഗോൾ കൂടി അർജന്റീനയ്ക്കെതിരെ അടിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറുമായിരുന്നു. കളി വേറൊരു തലത്തിലാകുമായിരുന്നു. അർജന്റീന വലിയ സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിന് അങ്ങനെ കളിച്ച് കളിയെ ജയിപ്പിച്ചെടുത്ത് ലോകകപ്പിൻ്റെ ഫൈനലിലെത്താൻ കഴിഞ്ഞില്ല. പകരം അവരുടെ മണ്ടത്തരം മാത്രം കൊണ്ട് അർജന്റീന ഫൈനലിലെത്തുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറി. അർജന്റീനയ്ക്ക് അവസരങ്ങൾ തുറന്നു കൊടുത്തു. അർജന്റീന അത് പൂർണ്ണമായും ഉപയോഗിച്ചു, നിരന്തരം ആക്രമിച്ചു. അതിനിടയിൽ മക്കാലിസ്റ്ററിൻ്റെ 2 ഗോളിലേക്കുള്ള ശ്രമങ്ങളാണ് പോസ്റ്റിൽ തട്ടിത്തെറിച്ചത്. ഒന്ന് വലങ്കാലിനടിയും മറ്റൊന്നൊരു ഹെഡറും. അതൊക്കെ ഫ്രീ ഹെഡറായിരുന്നു പെനാൾട്ടി ബോക്സിനകത്ത് മക്കാലിസ്റ്ററിന്. എന്നിട്ടും മക്കാലിസ്റ്ററിന് അത് ഗോളാക്കാൻ പറ്റിയില്ല, അത് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്ന് ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലേക്ക് വീണ്ടും തള്ളിയിട്ട അർജന്റീന. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവസരം അർജന്റീനയ്ക്ക് കൊടുത്തത് ഇംഗ്ലണ്ട് തന്നെയാണ്. അതേ ശ്രമം നിരന്തരമായി ഇങ്ങോട്ട് തന്നെ ആക്രമിച്ച് 1 ഗോൾ കൂടി അടിച്ചിരുന്നെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. എന്തായാലും അതുകൊണ്ട് അർജന്റീനയുടെ കളി മോശമായിരുന്നു അല്ലെങ്കിൽ അർജന്റീനയെ വില കുറച്ച് കാണാനല്ല. അർജന്റീന അതിഗംഭീരമായിട്ട് കളിച്ചു. മെസ്സി ആ കളി ഉണ്ടാക്കിയെടുത്തു. യഥാർത്ഥത്തിൽ ലയണൽ മെസ്സി, ബാക്കി എല്ലാവരും മക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ലൗട്ടാറോ മാർട്ടിനസും ഒക്കെ അതിനനുസരിച്ച് കളിച്ചു. സ്കലോണി സാഹചര്യത്തിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റി. കഴിഞ്ഞ കളികളിൽ കണ്ട പോലെ ലൗട്ടാറോ മാർട്ടിനസിനെ ഇറക്കി ആക്രമണം ശക്തിപ്പെടുത്തി. അങ്ങനെ എന്തായാലും അർജന്റീനയ്ക്ക് ജയിക്കാൻ അവസരം കിട്ടി. അത് യഥാർത്ഥത്തിൽ ആ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന് പിഴച്ചത് പ്രതിരോധത്തിലേക്ക് പൂർണ്ണമായും വലിഞ്ഞ ആ ഒരു ശൈലിയാണ്. 1 ഗോൾ അടിച്ചതിന് ശേഷം ആദ്യ പകുതിയിലും 2ാം പകുതിയുടെ തുടക്കത്തിലൊക്കെ അർജന്റീനയ്ക്ക് ഒപ്പം നിന്ന് കളിച്ച ഇംഗ്ലണ്ട് തീർച്ചയായിട്ടും 55 മിനിറ്റിൽ ആ ഗോളിന് ശേഷം ഉൾവലിഞ്ഞു, പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ തിരിച്ചടിയായി.